നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ ന്യൂസ് ചാനലുകളിലൊക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. കാരണം നമ്മുടെ ഇളയ ദളപതി വിജയ് സിനിമാ ജീവിതമൊക്കെ അവസാനിപ്പിച്ചിട്ട് മുഴുനീള രാഷ്ട്രീയ ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ച ജനനായകൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചും ആ സിനിമയുടെ റിലീസിനെ കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോയിലും സംസാരിച്ചതുമാണ്. ഇപ്പം വീണ്ടും തമിഴ്നാട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ അനുദിനം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാലിൻ ഈ ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് ഒട്ടനവധി ആളുകൾക്ക് ലാപ്ടോപ്പ്, അതുപോലെ തന്നെ പൊങ്കലിന് ഒരു 3000 രൂപയോളം ക്യാഷ്, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നിങ്ങനെ പലതരത്തിലുള്ള ഇലക്ഷൻ ട്രിക്കുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കൂടെ സ്റ്റാലിന്റെ DMK സഖ്യത്തിനുണ്ടായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാറുകളുടെ പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പ്രധാന സൂപ്പർ സ്റ്റാർ ആണ് ക്യാപ്റ്റൻ വിജയകാന്ത് എന്ന് പറയുന്നത്. അങ്ങനെ വിജയകാന്ത് പലതരത്തിലുള്ള മുന്നേറ്റങ്ങളും സിനിമ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് ആദ്യമായിട്ട് സിനിമയ്ക്കുള്ളിൽ ഒരു ഭക്ഷണ രീതിയൊക്കെ കൊണ്ടുവന്നത്. അതായത് നായകനും സംവിധായകനും ഒക്കെ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ ആ ഒരു ക്രൂവിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കണമെന്നും, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബാറ്റ കൊടുക്കണം, ജോലിക്കാർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് വിജയകാന്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിജയകാന്തിന് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വിജയകാന്ത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു പാർട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ വിജയകാന്തിന്റെ പാർട്ടി ഇപ്പോൾ എന്താ പറയാ DMK ആയിട്ട് സഖ്യം ചേർന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസമൊക്കെ BJP ആയിട്ട് ഒരു സഖ്യം ചേരും, BJP നിന്നിട്ടാണ് ഇലക്ഷന് മത്സരിക്കുക എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വിജയകാന്തിന്റെ ഭാര്യ സ്റ്റാലിനായിട്ട് നേരിട്ട് കാണുകയും ആ സീറ്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഇലക്ഷന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരൊരു സഖ്യമായി എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതായത് വലിയൊരു രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ് വിജയകാന്ത് എന്ന് പറയുന്നത്. DMDK എന്നാണ് വിജയകാന്തിന്റെ സഖ്യത്തിന്റെ പേര്. അതുപോലെ തന്നെ DMK ആണ് നമ്മുടെ സ്റ്റാലിന്റെ സഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിയെ തകർക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സ്റ്റാലിൻ നടക്കുന്നത്. അതുപോലെ സ്റ്റാലിനെ തകർക്കുക എന്ന് പറയുന്ന വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വിജയ് ഇലക്ഷനിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോര് തന്നെയാണ് തമിഴ്നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ മുന്നോടിയായിട്ട് പലതരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പല രാഷ്ട്രീയ പാർട്ടിക്കാരും എറിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ ക്യാപ്റ്റൻ, അതായത് വിജയകാന്തിന്റെ DMDK എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ സ്റ്റാലിൻ പക്ഷമായിട്ടുള്ള DMK ആയിട്ട് ഒത്തുചേർന്നത് വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ വരാനിരിക്കുന്ന തമിഴ്നാടിന്റെ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ തമിഴ്നാടിനെ സംബന്ധിച്ചോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഈ ഇലക്ഷൻ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള കൺഫ്യൂഷനും കാര്യങ്ങളും തമിഴ്നാട് ജനങ്ങൾക്ക് തന്നെയുണ്ട്. കാരണം ഇത്രയും കാലം തുടർ ഭരണം നടത്തിക്കൊണ്ടിരുന്ന സ്റ്റാലിൻ പക്ഷത്തിന് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്നു. അതും ഒന്നും ചെറിയ ലാപ്ടോപ്പ് ഒന്നല്ല, അത്യാവശ്യം വിലയുള്ള 10-60,000 രൂപ വിലയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ് കൊടുക്കുന്നത്. അതുകൂടാതെ അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചില പോക്കറ്റ് മണി കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ ചില ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഗൃഹോപകരണം കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ മാസത്തിൽ ഒരു പൈസ കൈമാറുന്നുണ്ട്. പൊങ്കൽ പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ പൈസ കൈമാറുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും സ്റ്റാലിൻ പക്ഷം ഉപയോഗിക്കുന്നുണ്ട്. ആ മറുപക്ഷത്താണ് വിജയും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള വലിയ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളും മറ്റും വിജയുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും തമിഴ്നാട് ഇലക്ഷൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ പറ്റും. നമുക്ക് ആ വാർത്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും പറ്റും.